140 ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊട്ടാരക്കര അപകടം, ഡ്രൈവർക്ക് ഹെവി ലൈസൻസ് ഇല്ല, GPS ഓഫാക്കിയ നിലയിലെന്നും കണ്ടെത്തി. ഓപ്പറേഷൻ തൂഫാൻ, 2954 കേസുകൾ, 3176 പേർ അറസ്റ്റിൽ. പഞ്ചാബിനെ കടത്തിവെട്ടി കേരളമെന്ന് ആഭ്യന്തരമന്ത്രി. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് CAG റിപ്പോർട്ട്. ധനമാനേജ്മെന്റിലും പാളിച്ച. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണമുയർത്തി പ്രതിപക്ഷ നേതാവ്. മദ്യത്തിന്റെ നികുതി ഇളവിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര മജിസ്ട്രേറ്റ് കോടതി തള്ളി. കൊട്ടാരക്കരയിൽ നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി ബസ് സ്റ്റോപ്പിലേക്ക് പാഞ്ഞു കയറി 3 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിൽ ഡ്രൈവർ ചവറ സ്വദേശിയായ നിസാമിന് ഹെവി ലൈസൻസ് ഉണ്ടായിരുന്നില്ല. 1 മാസം മുൻപാണ് നിസാം ഗൾഫിൽ നിന്ന് എത്തിയത്. അപകട സമയത്ത് വാഹനത്തിന്റെ GPS സംവിധാനം ഓഫാക്കിയ നിലയിലായിരുന്നുവെന്നും അമിത വേഗതയാണ് അപകടത്തിന് കാരണമായതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ വ്യക്തമാക്കി. ടിപ്പർ ലോറിക്ക് 17 വർഷത്തെ പഴക്കമുണ്ട്. അപകടത്തിന് പിന്നിലെ വാഹനത്തിന്റെ ഫിറ്റ്നസ് RTO റദ്ദാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതെന്നും എന്നാൽ നിലവിൽ ഫിറ്റ്നസിൽ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉള്ളതായി കാണുന്നുവെന്നും ശരിയായ രീതിയിലാണോ ഫിറ്റ്നസ് അനുവദിച്ചത് എന്ന് വിശദമായി പരിശോധിക്കുമെന്നും RTO വ്യക്തമാക്കി. ഓപ്പറേഷൻ തൂഫാൻ, 2954 കേസുകൾ, 3176 പേർ അറസ്റ്റിൽ. പഞ്ചാബിനെ കടത്തിവെട്ടി കേരളമെന്ന് ആഭ്യന്തരമന്ത്രി. സംസ്ഥാനത്തെ മയക്കുമരുന്ന് മാഫിയക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ശക്തമായി നടപ്പിലാക്കുകയാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിയമസഭയെ അറിയിച്ചു. സംസ്ഥാനത്താകെ ഇതുവരെ 2954 കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 3176 പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനായി സംസ്ഥാനത്തെ 84 പോലീസ് സബ് ഡിവിഷനുകളായി പ്രത്യേക അന്വേഷണ സംഘങ്ങളെ നിയോഗിച്ചെന്നും മന്ത്രി വ്യക്തമാക്കി. മയക്കുമരുന്ന് വ്യാപനത്തിന്റെ കാര്യത്തിൽ നിലവിൽ കേരളം പഞ്ചാബിനെ പോലും കടത്തിവെട്ടുന്ന രീതിയിലാണ് കാര്യങ്ങളെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഒറ്റ ദിവസം കണ്ട് സംസ്ഥാനത്തെ ലഹരി വിരുദ്ധമാക്കാം എന്ന വ്യാമോഹമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് CAG റിപ്പോർട്ട്. ധനമാനേജ്മെന്റിലും പാളിച്ച. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ. തീർപ്പാക്കാത്ത ബാധ്യത മാത്രം 3511 കോടി രൂപയാണ്. ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 262 കോടി സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായി മാറ്റി. റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കാനായിരുന്നു ഈ നടപടിയെന്നും മുൻ സർക്കാരിന്റെ ധനമാനേജ്മെന്റിൽ പാളിച്ച ഉണ്ടെന്നും CAG കണ്ടെത്തി. ഓഫ് ബജറ്റ് കടമെടുപ്പും വലിയ ബാധ്യതയാണെന്ന് CAG റിപ്പോർട്ടിലുണ്ട്. 39,230 രൂപയാണ് ഓഫ് ബജറ്റ് കടബാധ്യത. കൂടാതെ സംസ്ഥാനത്തെ കിഫ്ബിയും പെൻഷൻ കമ്പനിയും വൻ ബാധ്യതയെന്ന് വ്യക്തമാക്കുന്നതാണ് CAG റിപ്പോർട്ട്. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ ജിതിൻ ഭാസ്കറിന്റെ ജാമ്യാപേക്ഷ വടകര മജിസ്ട്രേറ്റ് കോടതി തള്ളി. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പ്രതിയായ DYFI നേതാവ് ജിതിൻ ഭാസ്കറിന്റെ ജാമ്യം തള്ളി. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അപേക്ഷ തള്ളിയത്. 2ാം ജാമ്യാപേക്ഷയാണ് കോടതി വീണ്ടും തള്ളിയിരിക്കുന്നത്. സ്ക്രീൻഷോട്ട് നിർമ്മിച്ചതിൽ ജിതിന് പങ്കുണ്ടെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. പ്രതിക്ക് ജാമ്യം നൽകിയാൽ തെളിവ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഇനിയും ലഭിക്കാനുണ്ടെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അന്വേഷണവുമായി പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്നുമാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. സർക്കാരിനെതിരെ ഗുരുതര അഴിമതി ആരോപണം ഉയർത്തി പ്രതിപക്ഷ നേതാവ്. മദ്യത്തിന്റെ നികുതി ഇളവിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ ബജറ്റ് നിർദ്ദേശത്തിന് പിന്നിൽ അഴിമതിയെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വിഷയത്തിൽ പ്രതിപക്ഷം നൽകിയ അടിയന്തര പ്രമേയ നോട്ടീസിൽ നിയമസഭയിൽ പ്രസംഗിക്കവെയാണ് പിണറായി ആരോപണം ഉന്നയിച്ചത്. ഒരു സ്വകാര്യ മദ്യ കമ്പനിക്ക് അമിതമായ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. ഇതിനായി ബജറ്റിൽ നികുതി നിർദ്ദേശം തിരികെ കയറ്റുകയാണ് ചെയ്തിരിക്കുന്നത്. പുതിയ നികുതി നിർദ്ദേശം ആലോചിച്ചില്ല എന്നാണ് ബജറ്റ് ഷെഡ്യൂളിൽ മനസ്സിലാകുന്നതെന്നും പിണറായി ചൂണ്ടിക്കാട്ടി.
സ്വകാര്യ മദ്യക്കമ്പനിയായ ബക്കാഡിക്ക് വേണ്ടിയുള്ള നീക്കമാണ് നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു.